നഷ്ടപ്പെട്ട 10-15 കൊല്ലം കൊണ്ട് നമ്മൾ വളരെ പുറകിലേക്ക് പോയി പല കാര്യങ്ങളിലും. കാര്യമായിട്ടുള്ള വികസനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ത്യ സ്വതന്ത്രമായിട്ട് 100 വർഷം കഴിയുന്ന ആ സമയത്ത് നമ്മൾ ഒരു വികസിത രാഷ്ട്രമാവണം. തീർച്ചയായിട്ടും 2047 നമ്മൾ ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു വികസിത രാഷ്ട്രമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറുമെന്നത് തീർച്ചയാണ്. നമസ്കാരം. വിഷൻ 2047 എന്ന വിഷയത്തിൽ ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ ഇപ്പോൾ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിയൻ സഹമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ആദരണീയനായ ശ്രീ PK കൃഷ്ണദാസ്ജി, ശ്രീ VV രാജേഷ് വന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രീ അനന്തു, എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്റ്റുഡൻറ് കോൺക്ലേവിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അതോടുകൂടി എൻ്റെ ആശംസകളും ഞാൻ അറിയിച്ചിരുന്നു. ഇന്ന് വിഷൻ 2047 എന്നുള്ള വിഷയത്തെപ്പറ്റി സമഗ്രമായിട്ടുള്ള ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ യോഗത്തിൽ അധ്യക്ഷനായിട്ട്, അത് യുവാക്കളുടെ യോഗമാണ് എന്നിട്ടും 80 കഴിഞ്ഞ എന്നെ ക്ഷണിക്കുകയും എനിക്കൊരു അവസരം തന്നതിൽ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകിച്ചും നന്ദി പറഞ്ഞോളട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ പോലുള്ള യുവജനങ്ങളുടെ ആ സ്പാർക്ലിംഗ് ഫേസ് എന്ന് പറയാം, ആ ഒരു പുഞ്ചിരിയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്ന ആ യുവത്വത്തിൻ്റെ കാഴ്ച കാണുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഉണ്ടാവുക. എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ചെറുപ്പകാലത്തുള്ള കഥകളാണ്. അന്ന് ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് കുറേ യുവാക്കളുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇന്ന് ബഹിരാകാശ രംഗത്ത് നമ്മൾ വളരെ വലിയൊരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു യാത്രയ്ക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ചുറ്റുപാടും അവസരങ്ങളുമൊക്കെ 1000 മടങ്ങ് മെച്ചപ്പെട്ടതാണ്. വിവര സാങ്കേതികതയോടുകൂടി ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അറിയാനും അതിനെപ്പറ്റിയുള്ള വിശകലനം നടത്താനും അതിൻ്റെ നല്ല വശങ്ങളെപ്പറ്റി പഠിക്കാനും അത് പ്രായോഗികമാക്കാനുമുള്ള വളരെയേറെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അവതാരിക പറഞ്ഞ പോലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ യുവശക്തിയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയിൽ ഇന്ത്യ ഇന്നിപ്പോൾ ഏറ്റവും മുമ്പന്തിയിലേക്ക് കഴിഞ്ഞു. 1.44 കോടി ജനങ്ങളാണ്, ലക്ഷം കോടി ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് ചൈന നമ്മുടെ തൊട്ട് പുറകിലുണ്ട്. പക്ഷെ എന്നാലും ചൈനയിലെ കൂടുതലും ആൾക്കാർ വയസ്സ് വെച്ച് പ്രായം കൊണ്ട് കൂടുതലുള്ള വയോധികന്മാരുള്ളവരാണ്. ഇവിടെയാണെങ്കിൽ യുവാക്കളാണ്, 30 വയസ്സിന് താഴെയുള്ള യുവാക്കളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ യുവശക്തിയെ നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവർക്ക് പരിജ്ഞാനം കൊടുക്കുക, അറിവും വിവരവും പകർന്നു നൽകുക. അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ച് പ്രായോഗികമായിട്ടുള്ള ജോലികൾ ചെയ്യാനുള്ള പരിശീലനം നൽകുക, അവരെ തൊഴിൽ പ്രാപ്തരാക്കുക. അതുവഴി നമ്മുടെ ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ വലിയൊരു വർക്ക് ഫോഴ്സായിട്ട് മാറ്റാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒരുവിധം നല്ല നിലയിലുണ്ടെന്ന് തന്നെ പറയാം. വെള്ളത്തിൻ്റെ കാര്യമായാലും ഭൂമിയായാലും ധാതുക്കളായാലും പറ്റട്ടെ. പക്ഷെ അതിലൊക്കെ വലിയായിട്ടുള്ളത് ഈ യുവ സമ്പത്താണ്. ആ യുവസമ്പത്ത് ഉപയോഗിച്ച് നമ്മുടെ ഭാരതം എങ്ങനെ ഒരു വികസിത രാഷ്ട്രം ആകണം എന്നുള്ളതാണ് സ്വപ്നം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ ഗുരുനാഥനായിരുന്ന
ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ ഒരു വിഷൻ ഡോക്യുമെന്റ് വച്ചിരുന്നു. അന്ന് പറഞ്ഞത് 2005 2020 ആകുമ്പോഴേക്കും നമ്മൾ ഒരു വികസിത രാഷ്ട്രം ആവണം എന്നുള്ളതാണ്. ആശയം വളരെ മഹനീയമായിരുന്നു, നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമായിരുന്നു. പക്ഷേ അന്നത്തെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി നമ്മുടെ യുവജനങ്ങളെയും ഇവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്ത് ഈ ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉള്ള നമ്മുടെ ശ്രമങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് മുമ്പിലേക്ക് പോവുകയാണ്. ഈ നഷ്ടപ്പെട്ട 10-15 കൊല്ലം കൊണ്ട് നമ്മൾ വളരെ പുറകിലേക്ക് പോയി പല കാര്യങ്ങളിലും. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം മുമ്പിലേക്ക് നീക്കി വെക്കേണ്ടി വന്നത്. 2047 എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക്, അത് ഇന്ത്യ സ്വതന്ത്രമായിട്ട് 100 വർഷം കഴിയുന്ന ആ സമയത്ത് നമ്മൾ ഒരു വികസിത രാഷ്ട്രമാവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് രാഷ്ട്രത്തിന് മുമ്പ് വെക്കുകയും അത് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റായിട്ട് വെക്കുക മാത്രമല്ല, അതിൽ ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ സാമ്പത്തിക ശക്തിയായിട്ട് നോക്കുകയാണെങ്കിൽ 12ാം സ്ഥാനത്ത് നിന്ന ഇന്ത്യ ഇന്നിപ്പോൾ 5ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വരുന്ന 10 കൊല്ലത്തിനുള്ളിൽ ഈ 5ാം സ്ഥാനം എന്നുള്ളത് 3ാം സ്ഥാനത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ വളർച്ച വളരെ നല്ല രീതിയിലാണ്. ഇവിടുത്തെയുള്ള വ്യവസായ മേഖല ആയാലും കാർഷിക മേഖല ആയാലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഏത് മേഖലകളിലായാലും വളരെ സുസ്ഥിരമായിട്ടുള്ള വികസനം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും 2047 നമ്മൾ ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു വികസിത രാഷ്ട്രമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറുമെന്നത് തീർച്ചയാണ്. അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളെപ്പോലുള്ള യുവജനങ്ങളാണ്. ഞങ്ങളത് ജീവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതാണ് ഈ സന്ദർഭത്തിൽ ആവശ്യം. നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരത്തെ കാര്യം നോക്കുക, എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ഞാൻ ഏകദേശം 6 പതിറ്റാണ്ടായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. ഈ തലസ്ഥാന നഗരം എന്നുള്ള ആ ഒരു പേരല്ലാതെ കാര്യമായിട്ടുള്ള വികസനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിൽ ചിലപ്പോൾ ചെറിയ എക്സസൈസ് കാണും. ISR പോലുള്ള സ്ഥാപനമുണ്ട്. പിന്നെ അതുപോലെ പുതിയ ഇവിടെ ISR എന്നുള്ള ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ഒരു ദൂരത്തേക്ക് എന്തെങ്കിലും ഒരു 6 വിഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ തുറമുഖം വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ടാവാം. അത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ നേബേഴ്സായിട്ടുള്ള തമിഴ്നാടും കർണാടകമായിട്ടുള്ള താരതമ്യപ്പെട്ട് തന്നെ വളരെ തുച്ഛമായിട്ടുള്ളൊരു നേട്ടമെന്നേ പറയുള്ളൂ. ഞാൻ ആക്ച്വലി 10 കൊല്ലത്തോളം ബാംഗ്ലൂർ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. 12ലാണ് അവിടുന്ന് വന്നത്. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ബാംഗ്ലൂർ പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു 10-12 കൊല്ലത്തോടെ ആ ബാംഗ്ലൂരിൽ വന്നിട്ടുള്ള മാറ്റം എന്തെങ്കിലും മനസ്സിൽ പോകും. ലോകത്തിലെ ഏറ്റവും വലിയൊരു മെട്രോപോളിസിന്റെ അതേ ഒരു കെട്ടുറപ്പും അതേ ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. പട്ടണത്തിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും മെട്രോ റെയിൽവേ കണക്ഷൻ ആയി കഴിഞ്ഞു. അതുപോലെ മറ്റു റോഡുകളായാലും മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ആയാലും പാർപ്പിടങ്ങളായ സൗകര്യങ്ങളായാലും വ്യവസായ സംരംഭങ്ങളായാലും പ്രത്യേകിച്ചും അവിടുത്തെ IT പാർക്ക്, ഇവിടുത്തെ കേരളത്തിന് IT പാർക്ക് തുടങ്ങിയതിന് ശേഷം തുടങ്ങിയതാണ്. എന്നിട്ട് പോലും നമ്മളതിനേക്കാളും ഒരു 1000 മടങ്ങ് വലിപ്പത്തിലുള്ള ഒരു സംസ്ഥാനമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളർച്ച നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഉണ്ടപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ വളർച്ച മുരടിച്ചു നിൽക്കുകയാണ്. അതിനുള്ള കാരണം നമ്മൾ ശരിക്കും തിരിഞ്ഞ് ആലോചിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നവരും
അതേപോലെ തന്നെ തൊഴിലിൽ വളരെ പ്രാപ്തരുമാണ്. ഏത് ജോലി എടുത്താലും വളരെ കൃത്യമായിട്ടും വളരെ സൂക്ഷ്മമായിട്ടും ചെയ്യാൻ കഴിയുന്നത് മലയാളികൾക്കാണ്. അത് ഞാൻ ലോകത്തെ പല ഭാഗത്തിലും പോയിട്ടുള്ളപ്പോഴും അവിടുത്തെ കണ്ടിട്ടുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തിരുവനന്തപുരത്തിന് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു MP ആണ് വേണ്ടത് എന്നാണ് ISROയുടെ മുൻ ചെയർമാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.